എല്ലാവർക്കും നമസ്കാരം. സെൽഫ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസിലോട്ട് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ തലത്തിൽ നിങ്ങൾക്കൊരു മാറ്റം വേണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷനെ നിങ്ങൾക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, അടുത്ത 11 ദിവസത്തെ ഒരു സെൽഫ് ഹീലിംഗ് ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 5 ബാച്ചുകളായിട്ട് ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് വളരെ ഭംഗിയായിട്ട് തന്നെ ഒരുപാട് മിറാക്കുലസ് ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടുന്ന ക്ലാസ്സുകളായിരുന്നു നടന്നു പോയത്. സോ ഇനി ഇത് 6ാമത്തെ സെഷൻ ഞാൻ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവരും ഒരുപാട് അതിൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ടൂൾസും ടെക്നിക്സും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ലിറ്ററലി അത് ചെയ്യുന്ന എത്ര പേരുണ്ട്? അപ്പോൾ പലരും പറയും, ഞാനെപ്പോഴും നന്ദിയുള്ള ആളാണ്, ഞാൻ എപ്പോഴും താങ്ക് യു പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ നന്ദി എന്ന് പറയുന്നൊരു കാര്യം അത് പ്രകടിപ്പിക്കാനുള്ളതാണോ, അത് ഉള്ളിൽ നിൽക്കേണ്ട ഒരു കാര്യമല്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി 28 ദിവസത്തിലാണ് നമുക്ക് മാജിക് എന്ന് പറയുന്ന ബുക്ക്, റോണ്ടാ ബിയറിൻ്റെ മാജിക് എന്ന ബുക്ക്, അതിലൊരു സീക്രട്ട് എന്ന ബുക്കിൻ്റെ 3rd എഡിഷൻ ആയിരുന്നു മാജിക്. മില്യൺസ് ഓഫ് ആളുകളെ ട്രാൻസ്ഫോം ചെയ്ത് 41 ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു പുസ്തകമായിരുന്നു. ഇത്രയും പേരെ ട്രാൻസ്ഫോം ചെയ്ത ഒരു പുസ്തകം 300 റുപ്പീസോ മറ്റോ ആയിരുന്നു. ആ 300 റുപ്പീസിൻ്റെ വാല്യൂ അല്ല ആ ബുക്കിനുള്ളത്. ഇത്രയും ആളുകളെ ട്രാൻസ്ഫോം ചെയ്തു. ദെൻ എന്തുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നു? നമ്മൾക്ക് അറിയാം, ഇതെല്ലാം അറിയാം, പക്ഷേ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇത് മാത്രമാണ് റീസൺ. ഒരുപാട് പേര് ഇടയ്ക്ക് വെച്ചിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യും, ഇടയ്ക്ക് വെച്ച് ഇതിനെ സ്റ്റോപ്പ് ചെയ്യും. അത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ ഇതിനാണ് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഒരു എഫേർട്ട് എടുക്കുന്നത്. ഒരു എഫേർട്ട് മാത്രം, ബാക്കിയുള്ള നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഒരു പുഷ് തരാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. സോ ഇതിപ്പോൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാണ്. എങ്ങനെ 11 ദിവസം, ഈ 28 ഡേയ്സിനെ ഞാൻ 11 ഡേയ്സ് ആയിട്ട് ചുരുക്കിയേക്കാണ്. കാരണം 28 ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട്. 28 ദിവസവും. സോ 11 ഡേയ്സ് ഇതിനെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് ഒരു 11 ദിവസത്തെ ക്ലാസ്. സോ ഡേ 1 മുതൽ നിങ്ങൾ കറക്റ്റായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ മിറാക്കിൾ ആയിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ദാറ്റ് ഈസ് ഫോർ ഷ്യൂർ. പക്ഷേ നിങ്ങൾ പറയുവല്ല ചെയ്യേണ്ട. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആണ്. നിങ്ങൾ എഴുതണം. എഴുതുന്നതിന് അതിൻ്റേതായിട്ടുള്ള പവറുണ്ട്. സോ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണ് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ബുക്ക് എടുത്ത് എഴുതാൻ പറ്റണം. നമ്മൾ സാധാരണ കണ്ണ് തുറക്കുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ മൊബൈൽ തപ്പും. രാത്രി ഉറങ്ങുമ്പോഴും നമ്മൾ ലാസ്റ്റ് വെക്കുന്നത് മൊബൈൽ ബെഡിൻ്റെ സൈഡിലായിരിക്കും വെക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പോവുക. എന്തുകൊണ്ട്? നമ്മുടെ മാജിക്കൽ ബുക്ക് കൊണ്ട്, നമ്മൾ എഴുതാൻ പോകുന്ന ഈ ബുക്ക് കൊണ്ട്. സോ നമ്മൾക്കൊരു ബുക്ക് വേണം, ഒരു പെന്ന് വേണം, കുറച്ച് കളേഴ്സ് വേണം. ഓക്കെ. സോ ഇതെപ്പോഴും നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടാവണം. ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും. ഇത് വേണമെങ്കിൽ കൂടെ ക്യാരി ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ. സോ നമ്മൾ എന്താണ് ഇതിനകത്ത് എഴുതാൻ പോകുന്നത്? രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ആ ബുക്ക് എടുക്കുക, എഴുതുക. ആ ഒരു ഫ്രഷ് പേജിൽ തന്നെ എഴുതുക, താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഗിവിങ് മീ എ ഗ്രേറ്റ് ഡേ. ഇന്ന് എനിക്ക് കണ്ണ് തുറക്കാൻ കഴിഞ്ഞതിൽ നന്ദി. അല്ലെങ്കിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഇത് പറഞ്ഞ് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങളുടെ ഫീലാണ്. നിങ്ങൾക്ക് എന്തിനോടൊക്കെ നിങ്ങൾക്ക് നന്ദി പറയാനുണ്ട്, ആ നന്ദി പറയാനുള്ള കാര്യങ്ങൾ 10 ടൈംസ് ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്ത് എഴുതുക. ഇതാണ് നമ്മൾക്ക് ആദ്യത്തെ ദിവസത്തെ ആക്ടിവിറ്റി. നിങ്ങൾക്ക് കണ്ണടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നത്? അപ്പോൾ ഒരുപാട് പേര് പറയും, എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബ്ലെസ്സിങ് ഒന്നും ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. നിങ്ങളൊന്ന് കണ്ണടച്ചൊന്ന് ചിന്തിച്ചേ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ശരീരം, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ വായു, നിങ്ങൾക്ക് കിട്ടുന്ന വെള്ളം, പ്രകൃതി തന്നെ എന്തൊരു കാര്യങ്ങളാണ് നമുക്ക് തരുന്നത്. ഇതിനെയൊക്കെ നിങ്ങൾക്ക് ഓർത്തെഴുതിക്കൂടെ? അപ്പോൾ ഫസ്റ്റ് ഡേ 10 ബ്ലെസ്സിങ്സ് നിങ്ങൾ കൗണ്ട് ചെയ്തെഴുതൂ. സെക്കൻഡ് ഡേ എന്ത് വേണം എന്ന് പറഞ്ഞുതരാം. ആൻഡ് രാത്രി കിടക്കുന്ന ടൈമിൽ ആ ബുക്ക് എടുക്കുക. ബുക്ക് എടുത്തിട്ട് ആ 10 ബ്ലെസ്സിങ്സ് നിങ്ങൾ എഴുതിയത് ഒന്നും കൂടെ വായിക്കുക. വായിച്ചതിന് ശേഷം ഫീൽ ദാറ്റ് ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾ ഫീൽ ചെയ്യുക. അതിനുശേഷം കിടന്നുറങ്ങുക. സോ ദിസ് ഈസ് ഫോർ ദ ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഡേ ആയിട്ട് നമുക്ക് നാളെ തരാം. താങ്ക് യു.